ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. ചോറിന് കഴിക്കാൻ പറ്റിയ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ എന്നത്തെ പോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾന്ന് കൊടുത്ത എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ഫസ്റ്റിൽ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പം ഞാനിവിടെ ബീട്രൂട്ടും ഒരു ബീട്രൂട്ട്, ഒരു ചെറിയ മീഡിയം സൈസ് സവാള, 4 പച്ചമുളക്, 2 വെളുത്തുള്ളി, കറിവേപ്പില. അപ്പം ഇതെല്ലാം നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 1 or 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചിട്ട് കൊടുക്കാം, സെപ്പറേറ്റ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ സവാള ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമ്മൾ പലതരത്തിലുള്ള ബീട്രൂട്ട് വെച്ചിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതൊരു വെറൈറ്റി കറിയാണ്, അടിപൊളി ടേസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വളരെയധികം ഇഷ്ടപ്പെടും. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇത് വഴഞ്ഞ് വരുമ്പോഴേക്കും ഇതിന് ചേർക്കേണ്ട മസാലകളൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ ജീരകമാണ് എടുത്തിരിക്കുന്നത്. ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ ജീരകത്തിൻ്റെ പൊടി ചേർക്കണം. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതല്ല, പൊടി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് നന്നായി ഒന്ന് വഴഞ്ഞ് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് വെന്ത് വഴണ്ടി വരുമ്പോഴേക്കും നമുക്കതിന് ചേർക്കാനുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നുകിൽ ഈ തേങ്ങ നിങ്ങൾക്ക് നല്ല പേസ്റ്റ് പോലൊക്കെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുക്കുക. അതല്ല എങ്കിൽ ഇതിൻ്റെ തേങ്ങാപ്പാൽ നിങ്ങൾക്ക് മിക്സിയിൽ ഒന്ന് തുള്ളി വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ തേങ്ങാപ്പാലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പം ഞാനിവിടെ തേങ്ങാപ്പാലല്ല ചേർക്കുന്നത്, ഞാനിത് നല്ല പേസ്റ്റ് പോലെ ഈ ഒരു തേങ്ങ അരച്ചാണ് എടുക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ട് ഇവിടെ വെന്തിട്ടുണ്ടോ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ബീട്രൂട്ട് ഇവിടെ നല്ലപോലെ വഴഞ്ഞ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ജീരകത്തിൻ്റെയും ആ ഒരു കുരുമുളകിൻ്റെയൊക്കെ ആ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതുപോലെ കഷ്ണങ്ങളെല്ലാം ഇവിടെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്. വഴുതിന് ശേഷം ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ച് കഴിയുമ്പോൾ ഒന്ന് വേവും. പിന്നെ ഇതിലേക്ക് നമ്മളിപ്പം തേങ്ങ ഇവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ചോറിന് കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.